അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ വയ്യ ജലദോഷവും ചുമയൊക്കെ പോലെ ഇന്നലെ പണിയില്ലായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ പറക്കി ഇനി വീട് ഒഴിഞ്ഞു കൊടുക്കണം. നമ്മളെ കമൻറ്റുകളൊക്കെ വായിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. മസ്റുമോൾക്ക് കുറവുണ്ട് കേട്ടോ. ഇന്ന് മുഷ്താഖിനെ വിടുന്നില്ല. കാരണം മുഷ്താഖിനെ വിടാത്ത കാരണമെന്ന് വെച്ചാൽ ഇന്ന് സ്പോർട്സാണ്. മോനെ ഓടി അറിയാലോ നിങ്ങൾക്ക് അവൻ്റെ അവസ്ഥ. പിന്നെ ഒന്നിനും സമയമില്ല. പിന്നെ അത് മാത്രമല്ല, തലവേദനയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇന്നലെ. പിന്നെ വേറൊരു കാര്യം, മിച്ചുമോനെ സ്കൂളിൽ വിടാൻ പോവുക കേട്ടാ. മിച്ചുമോൻ ഇവിടെ നിന്നിട്ട് ഭയങ്കര കുരുത്തക്കേട്, എൻ്റെ വാപ്പാരുടെ ഭയങ്കര കളി ഉപദ്രവം. അപ്പം മിച്ചുമോനെ സ്കൂളിൽ വിടാൻ പോകണം. മിക്കവാറും തിങ്കളാഴ്ച തൊട്ട് സ്കൂളിൽ വിടും. ഞാൻ പഠിച്ച സ്കൂളിലാണ് വിടുന്നത്. എൻ്റെ ഒരു സാറ് മാത്രമേ, എന്നെ പഠിപ്പിച്ച ഒരു സാറ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റിട്ടയർഡ് ആവും. സാറാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പള്. ഇവിടെ SNV LPS ഇവിടെ ഇടമണ്ണില എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, കുഞ്ഞ് സ്കൂൾ. നമ്മളെ അതായത് വണ്ടി ഫീ ഒക്കെ ഫ്രീ ആണ്. പിന്നെ ടീച്ചറിന് അതായത് KG സെക്ഷൻ ഫ്രീ അല്ല. അതുകൊണ്ട് മിച്ചുമോനെ മിക്കവാറും തിങ്കളാഴ്ച ഞാൻ സ്കൂളിലോട്ട് വിടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യണം. പോയി ഇരിക്കട്ടെ, 10 പേരെ കൂടെ ഇരിക്കട്ടെ. എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. ഗവൺമെൻറ് സ്കൂളാണെങ്കിലും നല്ല കെയറിങ് ഉണ്ട്. അതായത് ആൻറ്റിമാരാണെങ്കിലും ബാക്കി കാര്യം. ഇത് ഈ LKG UKG ഗവൺമെൻറ്റായിട്ട് അംഗീകരിച്ചിട്ടില്ല. 350 രൂപ ഫീ എങ്ങാണ്ട് കൊടുക്കണം. കുഴപ്പമില്ല. അപ്പോൾ രാവിലെ 9:30 വണ്ടിയൊക്കെ ഫ്രീ ആണ്. ഗവൺമെൻറ് LPS സ്കൂൾ ഇവിടെ ഇടമണ്ണില. അപ്പോൾ പോട്ടല്ലേ. അപ്പം മിച്ചുമോന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ ആധാർ എടുക്കാൻ പറഞ്ഞു. ഇപ്പം കുഴപ്പമില്ല, ആധാർ സമയം കിട്ടുമ്പോൾ എടുത്താൽ മതി. എപ്പോഴും വെള്ളിയാഴ്ച കൊണ്ടുവന്ന് അവനെ സ്കൂളിൽ ചേർക്കുകയാണ്. സ്നാക്സ് മാത്രം കൊണ്ടുപോയാൽ ബാക്കിയൊക്കെ സ്കൂളിലുണ്ട് പറയുന്നത്. എന്നാലും അവന് ചോറ് കൊടുത്തേക്കാം. കാരണം എന്ന് വെച്ചാൽ അവൻ ഈ സാമ്പാർ പച്ചക്കറി ഒരേ കുട്ടികൾ ഒരേ രീതിയിൽ കഴിക്കാൻ പാടാണ്. അവനിഷ്ടം എന്ന് വെച്ചാൽ ഈ മീൻ പൊരിച്ചത്, ഇത്തിരി വിഴുക്ക്, ചക്കയും കിഴങ്ങൊന്നും അങ്ങനെ ഇതില്ല. മീൻ ഇത്തിരി, അതൊക്കെയാണ് അവനിഷ്ടം. അവൻ ജനിച്ചു വന്നപ്പോഴേ അങ്ങനെ തന്നെ ഇഷ്ടം. മസ്റുമോൾക്കും അവൻ്റെ ഇഷ്ടമാണ്. മീനൊക്കെയാണ് ഇഷ്ടം. പിന്നെ അവിയൽ കഴിക്കും മസ്റുമോൾ. അപ്പോഴ് സ്കൂളിൻ്റെ പടിയിലേക്ക് പോവാണ്. സ്കൂളിൽ പോകാനൊക്കെ തുള്ളി ചാടി നിൽക്കുകയാണ് കേട്ടാ. ഞാൻ പറഞ്ഞു, ടീച്ചറെ നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടേ, ആരെങ്കിലും എടുത്തിട്ട് അടിക്കുമെന്ന്. ഇവിടെയൊക്കെ മുറുക്കി പിടിച്ചിട്ട് ടിഷ്യൂ എന്നൊക്കെ പറഞ്ഞാണ് ഇടിക്കുന്നത്. മുത്തുമോനും മിച്ചുമോനും ഭയങ്കര അടികൂടും, ആൺകുട്ടികളല്ലേ. അപ്പോഴേ അൽഹംദുലില്ലാ അവനെ സ്കൂളിൻ്റെ പടിയിലേക്ക് വിടുകയാണ്. ഒരു ചെറിയൊരു ബാഗ് മേടിക്കണം, കുഞ്ഞൊരു ബാഗ്, ഒരു സ്നാക്സ്, ഒരു ഇതും. ഈ വർഷം ഇങ്ങനെ പോട്ടെ എന്ന് ടീച്ചർ പറഞ്ഞു. കുഞ്ഞു ബാഗാകുമ്പം ഉണ്ട്. മസ്റുമോൾക്ക് മദ്രസയിൽ കൊണ്ടുപോകുന്ന ഒരു ബാഗുണ്ട്. നോക്കട്ടെ, അങ്ങനെ പോയി പഠിച്ച് സുന്ദരി മോനായിട്ട് വളരട്ടെ. ഉമ്മച്ചിക്ക് നാളെ കഷ്ടപ്പാടൊക്കെ കുറഞ്ഞ് സന്തോഷ സമാധാനത്തിന് വേണ്ടിയുള്ള മക്കളാവട്ടെ. പിന്നെ ലൈഫിൽ പടച്ചവൻ എനിക്ക് അനുഗ്രഹത്തിൽ 3 മക്കളെ തന്നു. നിങ്ങളുടെ ഒരുപാട് പേരെ ദുആ ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. അൽഹംദുലില്ലാ, ഒന്നും പടച്ചവനെ നിരക്കാത്ത ചെയ്തിട്ടില്ല. ആരെയും ഒന്നും പറയാനും സമയമില്ല. രാവിലെ പോയാൽ ഉച്ചയ്ക്ക് വരും. ഉച്ചയ്ക്ക് വന്നാൽ പിന്നെ ഒരു കാട്ടിക്കൂട്ടലായി. ഇന്ന് മസ്റുമോളെ മാത്രമേ വിടുന്നുള്ളൂ 3 മണിക്ക്. നാളെ മസ്റൂനെ വിടൂല. പിന്നെ ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ അങ്ങ് പോകണുണ്ട്. ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ഒരുപാട് പ്രതിസന്ധികളിലൂടെയും തരണം ചെയ്ത് വന്ന് എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടം വരെ എനിക്ക് വിജയം. അപ്പോൾ ക്ഷമിക്കുക. ജീവിതത്തിൽ കടിച്ചാൽ പൊട്ടാത്ത സങ്കടങ്ങൾ വന്നാലും ദേഷ്യം വന്നിട്ട് ആണെങ്കിലും സങ്കടം വന്നിട്ട് ഇരിക്കുക, ഇരുന്നില്ലെങ്കിൽ കിടക്കുക. അല്ലെങ്കിൽ ഏറ്റവും അടുത്ത അട്രാക്ഷൻ തോന്നുന്ന ഒരാളെ വിളിച്ച് സംസാരിക്കുന്നത്. ഇതൊരു ഫ്രണ്ട്സ്, നമുക്കൊരു ഫ്രണ്ട് കാണുമല്ലോ. ഒരു പെണ്ണിൻ്റെ കൂടെ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. അതും വിശ്വാസം ഉള്ളവരടുത്ത് പറയുക. അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് നിന്ന് ആരും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്നങ്ങ് വിളിച്ചു പറയുക. ഇതൊക്കെ പറ്റും. ഇന്നത്തെ സമൂഹം ഇങ്ങനെയാണ്. നമുക്ക് ഇന്നത്തെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണേന്ന് ഓർമ്മ വേണം. അതായത് വാക്കുകളും പ്രവർത്തികളും പറയുമ്പോൾ ശ്രദ്ധിച്ചാണ്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അൽഹംദുലില്ലാ, റബ്ബിനെ നിരക്കാത്ത ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. പിന്നെ മക്കൾ, അവരൊക്കെ ഓടി അങ്ങ് വളരൂലേ. അള്ളാൻ്റെ മക്കളല്ലേ, അള്ളാഹ് തന്ന പൊന്നു മക്കളല്ലേ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മളിപ്പോൾ ആർക്കൊരു ദ്രോഹം ചെയ്തില്ലെങ്കിൽ ഉറപ്പായി നമുക്ക് വിജയം തരും. പെട്ടെന്നൊരു കണ്ണീര് വന്നാലും, ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കരയും. എനിക്ക് അത്രയൊക്കെ ഉള്ളൂ. കരഞ്ഞ കണ്ണീരിനൊന്നും കണക്കില്ല. ഒടുവിൽ റബ്ബൊരു പ്രകാശം തന്നു. യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു ഏണിങ്സ് കിട്ടിയാൽ ഒരുപാട് അത്യാവശ്യങ്ങളുണ്ട്. അതെല്ലാം കിട്ടണേ പടച്ചോനേന്നാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ മസ്റുമോള ചൈതന്യയിലാണ് കാണിച്ചിട്ട് നിന്നത്. മറ്റേ ഇതുവരെ ഞാൻ അത് പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു കൺകുരു ഉണ്ടായിരുന്നു ജന്മന.
അൽഹംദുലില്ലാ ഒരുപാട് മാറി. ഇബ്രാഹിം കുര്യൻ ഡോക്ടറിനെയാണ് കാണിച്ചിട്ട് നിന്ന. അപ്പോൾ വെക്കേഷനൊന്ന് കാഴ്ച ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകണം ചൈതന്യയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ഫീ ഒക്കെ 150 എങ്ങാണ്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് ഫ്രീ ആണ്. മരുന്നൊന്നും അവൾക്ക് വേണ്ട, കാഴ്ച ഒന്ന് ടെസ്റ്റ് ചെയ്യണം. മൊബൈലൊന്നും അതുകൊണ്ട് ഞാൻ പൊന്നിന് കൊടുക്കൂല. എൻ്റെ മക്കളാണ് നമ്മളെ ലോകം, മക്കളാണ് നമ്മളെ സ്വർഗം. ആരൊക്കെയോ വിളിക്കുന്നുണ്ട്, വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തേ ഫോൺ എടുക്കാത്തത്. പിന്നെ ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ അങ്ങ് പോകണുണ്ട്. നിങ്ങളുടെ ദുആ. ചായ എടുത്ത് വെച്ചതാ, കുടിച്ചിട്ടില്ല. അല്ല അമ്മായി ഞാനും കൂടെയാണ് ഇന്നലെ സാധനം പറക്കാൻ പോയത്. ഒരുവിധം സാധനങ്ങളൊക്കെ കൊടുത്ത് മുത്തുമോ അപ്പുറത്താണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ദോ വരണുണ്ട്. ഉറക്കെ എണീച്ച് ഇന്നലെ അവിടെ കിടന്ന് ഉറങ്ങി. പിന്നെ തൂക്കിയെടുത്തുകൊണ്ട് വരാൻ വയ്യ. പിന്നെ ഇവിടെ ഒരു അടുക്കളയാണെങ്കിലും കെട്ടണം എന്ന് പറഞ്ഞിട്ടാണ് പണി തുടങ്ങിയിരിക്കുന്നത്. പാലിയാച്ചിൻ്റെ കുറച്ച് പൈസ ബാക്കി ഉണ്ടായിരുന്നു, അതും മാമിച്ചിക്ക് ഉംറയ്ക്ക് പോയിട്ടിരുമ്പോൾ എന്തോ. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുവാണ് വീട് പണി ചെയ്ത് തരുന്നത്. അപ്പോൾ അദ്ദേഹം എത്രത്തോളം നമുക്ക് കുറച്ച് തരാൻ പറ്റുമോ അത്ര എനിക്ക് പല രീതിയിലും ചെയ്ത് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ അതിനുള്ള ബറക്കത്ത് ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഒരാളെ കയ്യിൽ ഞാൻ മക്കളടുത്തും പറയും, മക്കളെ ഒന്ന് നശിപ്പിക്കല്ലേ മുത്തുമോനെ പൊന്ന. അസ്സലാമു അലൈക്കും ഭാരി. ഓടി വരും പൊന്ന. അപ്പത്തേക്കൊന്ന് ഉഞ്ഞിപ്പോയാടി. മുത്തുമോ വന്നൂല്ലര്. അസ്സലാമു അലൈക്കും. അടക്കും സലാം. അലൈക്കും സലാം പറയും. ഉറക്കതാണ്. പിന്നെ മുത്തുമോനിക്ക് സ്പീച്ച് കംപ്ലൈൻറ്റും ബാക്കി എന്നൊക്കെ ഉണ്ട്. അതിപ്പം കോഴിക്കോട് നിന്ന് ഒരു ഇതെടുക്കണം, മണിക്കൂർ എത്രയോ 150 എങ്ങാണ്ടെയാണ്. നമുക്കത് ഇൻഷാ അല്ലാഹ് ട്രീറ്റ്മെൻറ്റ് വെക്കേഷന് തുടങ്ങാമെന്ന് ഞാൻ പ്ലാൻ ഇട്ട്. അല്ലെങ്കിൽ അവനും ഒരു മടിപ്പ് തോന്നും. പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. സുഖം, സന്തോഷം, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചായയൊക്കെ ഇട്ട് ആരും ഒന്നിൻ്റെ പേരിൽ വിഷമപ്പെടുത്തരുത്. കാരണം എന്താണെന്നറിയുമോ, ഉപകാരം ഒന്നും ചെയ്യണ്ട, ഉപദ്രവിക്കരുത്. വയ്യ, മക്കളെ ഒന്ന് വളർത്തിയെടുത്തോട്ടെ. ഇത് താഴ്മ കൂടപ്പിറപ്പ് പറയും പോലെ ഞങ്ങൾ കണ്ടാൽ മതി. വളർത്തിയെടുത്തോട്ടെ ഞാൻ എൻ്റെ പൊന്നു മക്കളെ. കുത്തി നോവിക്കല്ലേ. ഒന്നാമത് ബിപിയിലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് വായിപ്പോയാൽ എൻ്റെ കുട്ടികൾക്ക് ആരുമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയണേ, സോഷ്യൽ മീഡിയയിലോ നിങ്ങളെ ഒരു അനാവശ്യ പൈസയോ ഞാൻ ഒന്നും ചെയ്തിട്ട് എന്നെ സഹായിച്ചവർക്ക് നല്ല പൂർണ്ണമായിട്ട് അറിയാം. നമുക്ക് GPay ഒന്നും ഒരിക്കലും കള്ളം പറയുന്നതല്ല. പിന്നെ ഷംനാര ചാരിറ്റി ചെയ്തത് ഷംനാര GPay വെച്ചിട്ടാണ്. പിന്നെ മറ്റേ ഡയാലിസ് പേഷ്യൻറ്റിന് കൊടുത്തത് അത് എനിക്ക് കിട്ടിയ പൈസ അതിൽ നിന്നാണ് 2000 കൊടുത്തത്. പിന്നെ ആ മക്കൾക്ക് 3 ആദ്യം മാത്രമേ 50 രൂപ ചലഞ്ച് ഇട്ടുള്ളൂ. അതും 4 മണിക്കൂർ കഴിഞ്ഞ് അപ്പം തന്നെ സർവർ ഇഷ്യൂ ആയി. അപ്പം തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞു ഇനി ആരും സഹായിക്കണ്ട. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ പലരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് തന്നെ തെളിവുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് മല്ലിക ചേച്ചി, അത് 3 ദിവസത്തെ ഒരു ചലഞ്ച് ഫുഡ് എത്തിച്ചു കൊടുത്ത്. മല്ലിക ചേച്ചി ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ മറ്റുള്ളവരെ പൈസ കൈയിട്ട് വാരിയിട്ട് എന്തിനു കിട്ടാനാണ്? സമാധാനം കിട്ടുമോ? മനസ്സിനിട്ട് അലട്ടും. അതുകൊണ്ട് എനിക്ക് അന്തസ്സായിട്ട് മെക്കാട് പണിയല്ല, റബ്ബർ പാലെടുപ്പ് ഒരു ജോലിയുണ്ട്. 3 ദിവസം കൂടി ഒരു ദിവസം റെസ്റ്റാണ്. അപ്പം നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. എല്ലാവരോടും സ്നേഹം മാത്രം. ഈ ദുഃഖം പറയണവരടുത്തും ഞാൻ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. എനിക്ക് ഈ ഭൂമിയിൽ 4 മക്കളെ തന്നിട്ട് 3 മക്കൾ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കളെ സന്തോഷത്തിൽ ഞാൻ ഒത്തിരി ഒന്ന് അവരെ വളർത്തിയെടുത്തോട്ടെ താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ പറയാൻ എൻ്റെ കയ്യിൽ വാക്കുകളില്ല. ദ്രോഹിക്കരുത്. ദ്രോഹിച്ചാൽ എനിക്ക് താങ്ങൂല. ബാഡ് കമൻ്റ് ഒന്നും പറയരുത്. നമ്മൾ വളർന്നു വരുമ്പോൾ പല സാഹചര്യത്തിൽ വളരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ സഹിക്കൂല. മെനിങ്ങാന്ന് ഒരു കമൻറ്റ്, നിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല ഞാൻ കമൻറ്റ് ഇടുന്നത്, നിൻ്റെ കമൻറ്റ് വായിക്കാനാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ ചോദിച്ചു നീ എന്തൊരു മലക്കാണാന്ന് ചോദിച്ച്. വീഡിയോ കാണാതെ ഒരു കമൻറ്റിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് അടുത്ത കമൻറ്റ് ഇടാൻ. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. കള്ള ഐഡിയകൾ. നമ്മൾ ഈ വലിയ യൂട്യൂബ് ചാനലാണെങ്കിൽ വലിയ ചാനലിൽ കൊടുത്തിട്ട് ഈ ഐഡിയകൾ ചോദിക്കുമ്പോൾ ജനുവരി 2-ാം തീയതി ജോയിൻ ചെയ്തത്, ഡിസംബറിൽ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി കള്ള Gmail ID. നമുക്കൊരു ഫോൺ നമ്പർ വേണ്ട, Gmail ID ഫോൺ നമ്പർ രഹസ്യമാണ് കൊടുത്തിട്ടാണ് ചാനൽ തുടങ്ങുന്നത്. ഈ പൊന്നു മക്കളെയൊക്കെ ഒന്ന് വളർത്തിയെടുത്തോട്ട്. കാരണം എല്ലാം ഞാനാണ്. ഞാനില്ലാണ്ടായ ഇവർക്കൊന്നും ആരും ഇല്ലാത്തൊരവസ്ഥയായി പോകും. എല്ലാ മാതാപിതാക്കളും അങ്ങനെയാണ്. മക്കളെ ചിറകിനുള്ളിൽ ഒതുക്കി പിടിച്ചിട്ട് ജോലിക്ക് ഇറങ്ങി അവരെ പോറ്റുന്നവരാണ്. ആരെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ ഞാൻ ഉറപ്പായും അറിയിക്കും.
കാരണം ഇതിനകത്ത് നിന്ന് 5 രൂപ ഹദിയയാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. എനിക്ക് ഏണിങ്സ് കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ഒരാളെ നമ്പർ തന്നിട്ടുണ്ട്, അതിൽ വിളിച്ചിട്ട് ഒന്ന് ചോദിച്ചു നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പൈസ കൊടുത്ത് ചെയ്യാനുള്ളൊരു സാമ്പത്തിക ഇതില്ല. ഇനി അവിടെ 1 മാസത്തെ വാടക കൊടുക്കാനുണ്ട്. അപ്പോഴെന്നാൽ ശരി, അസ്സലാമു അലൈക്കും.